പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയത്ത് പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താങ്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ഘനം എത്രയുണ്ടോ, താങ്കൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിൻ്റെ അളവ് എത്ര വലുതാണോ, അത്രയേറെ വർധനവും ദൈവപ്രവൃത്തിയും അങ്ങയുടെ ലൈഫിൽ വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും സന്ദേശം ശ്രവിക്കുക. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അപ്പൊ പീഡിപ്പിക്കും തോറും, പീഡകൾ വർദ്ധിക്കും തോറും ദൈവപ്രവൃത്തി ദൈവമക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ ഈ പ്രാരംഭ സെക്കൻഡുകളിൽ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാം അനുഭവിക്കുന്ന, നാം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എത്ര വലുതാണോ, നാം ഫേസ് ചെയ്യുന്ന പ്രതികൂലത്തിൻ്റെ അളവുകൾ എത്ര വലുതാണോ, അത്രയും അധികം ദൈവപ്രവൃത്തിയുടെ മഹത്വം അങ്ങയുടെ കുടുംബത്തിനകത്തും അങ്ങ് ഫേസ് ചെയ്യുന്ന വിഷയത്തിനകത്തും വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച പീഡകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഇവിടെ വായിക്കാൻ കഴിയുന്നത്, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ നോക്കി പരിശുദ്ധാത്മാവ് കൈമാറുന്ന അനുഗ്രഹിതമേറിയൊരു ദൂതാണ്: പീഡകൾ വർദ്ധിക്കും തോറും, പീഡകൾ പെരുകും തോറും വർധനവ് നൽകിത്തരുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ 7-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. അതേ, 70 പേരായി മിസ്രയീമിന്റെ മണ്ണിൽ കാൽ ചവിട്ടിയ യാക്കോബും കുടുംബവും, യോസഫിന്റെ അപ്പനും സഹോദരന്മാരും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്രയീമിന്റെ മണ്ണിനകത്ത് ഇസ്രായേൽ എന്ന് പേർ ചാർത്തപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം മക്കൾ വർദ്ധിക്കാൻ തുടങ്ങി. വർധനവിന്റെ കാലയളവ് വെളിപ്പെടാൻ തുടങ്ങി. അവിടെ വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി ബലപ്പെട്ടു. അടുത്തത്, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ പീഡകളിലും വല്ലാതെ സംഘർഷങ്ങൾക്കകത്തും എന്തു ചെയ്യണമെന്നുള്ള ആലോചനകൾക്കകത്തും വേവലാതിപ്പെട്ട് വേദനപ്പെട്ട് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം താങ്കളായിരിക്കുന്നത്. താങ്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏറ്റവും ബലപ്പെടുന്ന നിലയിൽ, ഏറ്റവും ശക്തിപ്പെടുന്ന നിലയിൽ ദൈവപ്രവൃത്തി ആമേൻ താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം ഇങ്ങനെയാണ് വായിക്കുന്നത്: യോസഫിനെ അറിയാത്ത ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഫറവോൻ അവിടെ സ്തോത്രം മിസ്രയീമിൽ രാജാവായി വന്നു. അടുത്തത് പറയുന്ന ആ രാജാവ് പറയുന്ന പദമാണ്, അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അതെ, 70 പേരായി മിസ്രയീമിന്റെ മണ്ണിൽ കാൽ ചവിട്ടിയ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ അവിടുത്തെ രാജാവ് പറയുക, ഇവിടെ ജനിച്ചു വളർന്നതിലധികം ഇവിടെ വന്നവർ ബാഹുല്യമേറിയവരും ശക്തിയുള്ളവരുമായി തീർന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കി പറയുന്ന അതേ അടുത്ത പദം ഇതാണ്: അങ്ങ് എത്ര ബലഹീനനാണെന്ന് പറഞ്ഞാലും, അങ്ങക്കൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മുഴങ്കാലും ഇടയ്ക്ക് കരയുന്ന
പ്രിയപ്പെട്ടവരെ, അങ്ങയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, മറ്റുള്ളവർ അങ്ങയെ നോക്കി, അങ്ങയുടെ കുടുംബത്തെ നോക്കി ഈ ദിവസങ്ങളിൽ പറയാൻ പോകുക, അവർ ശക്തിയുള്ളവരാണ്, അവർ ബാഹുല്യമുള്ളവരാണെന്ന് പറയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ പറഞ്ഞ് എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം, ഇതൊക്കെ കണ്ടിട്ട് യോസഫിനെ അറിയാത്ത ഫറവോൻ അവിടെ വന്നു എന്ന് വായിച്ചല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ജനം ശക്തിയുള്ളവരാണെന്നും ബാഹുല്യമുള്ളവരാണെന്നും കണ്ടിട്ട് ഫറവോൻ അടുത്ത കൽപ്പനയിടുന്നത് എന്താണ്? 11-ാമത്തെ വേദഭാഗം, അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അങ്ങയെ വർദ്ധിക്കാതിരിക്കാൻ, അങ്ങ് ബലമുള്ളതാകാതിരിക്കാൻ, ശക്തിയുള്ളതാകാതിരിക്കാൻ ചില ഊഴിയ വിചാരകന്മാരെ ആക്കിയത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള കഷ്ടതകളെ എടുത്തു മാറ്റി അങ്ങയുടെ വർധനവിനെതിരെ, ഗമനത്തിനെതിരെ, നിലനിൽപ്പിനെതിരെ, അനുഗ്രഹത്തിനെതിരെ, ദൈവത്തെ ആരാധിക്കുന്നതിനെതിരെ ചില ഊഴിയ വിചാരകന്മാരെ ആക്കി വെച്ചതിനെ, പിശാചിന്റെ ചില ഹിഡൻ അജണ്ടകളെ ദൈവാത്മാവ് എടുത്തു മാറ്റിയിട്ട് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണെന്ന് വിശ്വസിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഫറവോൻ അവിടെ പറയുക, അതെ, ഇനി അവർ വർദ്ധിക്കാൻ പാടില്ല, ഇനി അവർ സ്തോത്രം മുന്നോട്ട് പോകാൻ പാടില്ല, അവർ ഈ അടിമത്തത്തിൽ തന്നെ കിടക്കണം. മുൻപിലത്തെ വേദഭാഗം വായിക്കുന്നത് അങ്ങനെയാണ്. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷെ നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന്. അപ്പോൾ ദൈവം ദൈവത്തിന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുമെന്നും ദൈവം ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അസാധാരണമായ ദൈവപ്രവർത്തികളിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുമെന്നും വ്യക്തതയോടെ വിശുദ്ധ വേദപുസ്തകം നമ്മെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങയുടെ താങ്കളുടെ കുടുംബത്തെ നോക്കി, താങ്കളുടെ വ്യക്തിപരമായ ലൈഫിനെ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാ കാലവും അങ്ങയുടെ കഷ്ടത കണ്ടു, അങ്ങനുഭവിക്കുന്ന പീഡകൾ കണ്ടു, അങ്ങനുഭവിക്കുന്ന ദുരിത പൂർണ്ണമായ ജീവിതം കണ്ടു അടങ്ങിയിരിക്കത്തില്ല. അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധനായ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് ഈ സമയം മനസ്സിലാക്കി കർത്താവിന് ആമേൻ കൊടുക്കണം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാൻ കഴിയുമോ? എന്നും എന്റെ അവസ്ഥ തകർച്ചയുടെ അവസ്ഥയല്ല, എന്നും എന്നെ ഊഴിയ വിചാരകന്മാർ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന അവസ്ഥയല്ല എന്ന് അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാനും, അവിടെ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാനും, അവിടെ നിന്നും എനിക്ക് ബലം തന്ന് ശക്തി തന്ന് എന്നെ പുറപ്പെടുവിക്കുവാനും കരുത്തുള്ള ഒരു ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ചലിക്കുന്നു എന്ന് ആത്മാർത്ഥതയോടെ അധരങ്ങളെ തുറന്നു പറയുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം പറയുന്നത്, എന്നാൽ ജനം അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അങ്ങയുടെ പീഡകൾ എത്ര കഠിനമാണോ, എത്ര അഗ്നിപരിശോധനയിലൂടെയാണോ അങ്ങ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, താങ്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ കഷ്ടത മാറത്തില്ലേ? എന്റെ ദുരിതപൂർണമായ ജീവിതത്തിനൊരു പര്യവസാനമില്ലേ? എന്റെ ഈ വേദന കാണാൻ ആരുമില്ലേ? എന്റെ കൂടെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ പദങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. എത്ര പീഡകളുണ്ടോ, മറ്റാർക്കുമില്ലാത്ത പീഡനങ്ങളും, മറ്റാർക്കുമില്ലാത്ത ഞെരുക്കങ്ങളും, മറ്റാർക്കുമില്ലാത്ത സ്ട്രഗിളുകളും താങ്കൾ സഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഏറ്റവും ബലപ്പെടുന്ന നിലയിൽ, ഏറ്റവും ശക്തിപ്പെടുന്ന നിലയിൽ ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ചലിക്കും. ആമേൻ പറഞ്ഞ എന്നോടൊപ്പം സ്തോത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാക്കുക. വചനം പറയുന്നു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. പൈശാചിക മണ്ഡലങ്ങൾ അറിയാതെ ശത്രു ഒരുക്കിയ അജണ്ടകളെ എടുത്തു മാറ്റിയിട്ട് ഊഴിയ വിചാരകന്മാർ നിമിത്തം അടിമത്തത്തിലേക്ക് വീണ്ടും താഴ്ത്തി
അടിമത്തത്തിൽ തന്നെ വയ്ക്കാൻ നോക്കിയ പൈശാചിക അജണ്ടകളെ എല്ലാം എടുത്തു മാറ്റി ഏറ്റവും വർദ്ധിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഇന്ന് നമ്മെ അധൈര്യപ്പെടുത്തിയ എല്ലാ ചിന്തകളെയും, നമ്മെ ഭയപ്പെടുത്തിക്കളഞ്ഞ എല്ലാ മേഖലകളെയും എടുത്തു മാറ്റിയിട്ട് ആത്മാർത്ഥതയുടെ അധരങ്ങളെ തുറന്നു പറ. ഏറ്റവും ബലപ്പെടുന്ന നിലയിൽ, ഏറ്റവും ശക്തിപ്പെടുന്ന നിലയിൽ, ഏറ്റവും വർദ്ധിക്കുന്ന നിലയിൽ ദൈവം എനിക്ക് വേണ്ടി ദൈവത്തിന്റെ വൻകരങ്ങൾ ചലിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും, അതേ, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും വർധനവ് തന്ന്, ബലം തന്ന്, ശക്തി തന്ന് നമ്മെ വഴി നടത്താൻ സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.